ഉത്തരകാശിയിൽ 5 ദിവസമായി തുടരുന്ന രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. 9 സൈനികർ ഉൾപ്പെടെ 100-ലധികം പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം. ഇതുവരെ 5 മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത്. 600ഓളം പേരെ രക്ഷപ്പെടുത്തി. ദില്ലി, UP, ഹിമാചൽ, ഹരിയാന സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ദില്ലി വിമാനത്താവളത്തിലെ 200ഓളം വിമാന സർവീസുകളും വൈകി. പ്രതികൂല കാലാവസ്ഥയും റോഡുകൾ പൂർണ്ണമായും തകർന്നതും ഉത്തരാഖണ്ഡിലെ രക്ഷാദൌത്യം ദുഷ്കരമാക്കുകയാണ്. വ്യോമസേന ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയുള്ള എയർലിഫ്റ്റിംഗ് രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഫലപ്രദമാകുന്നത്. ദലാലി ഗ്രാമത്തിൽ മാത്രം 200-ലധികം പേർ ചെളിയിലും മണ്ണിലും അകപ്പെട്ടതായാണ് വിവരം. ഇതുവരെ 614 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്കുകൾ 5 ദിവസമായിട്ടും ശേഖരിക്കാൻ കഴിയാത്തതും രക്ഷാദൌത്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കരസേന, IDBP, SDRF, NDRF, ഉത്തരാഖണ്ഡ് പോലീസ് സേനകൾ ഒരുമിച്ചാണ് രക്ഷാപ്രവർത്തനം. അതിനിടെ ദില്ലി, ഹരിയാന, UP, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തിമിർക്കുകയാണ്. ദില്ലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 200-ലധികം വിമാന സർവീസുകൾ വൈകി. 4 സർവീസുകൾ റദ്ദാക്കി. കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ തോരാതെ പെയ്യുന്നതോടെ നഗരഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ മുങ്ങി. വരും ദിവസങ്ങളിലും സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദില്ലിയിലും ഹരിയാനയിലും UPയിലും ശക്തമായ മഴ തിമിർത്ത് പെയ്യുകയാണ്. അതേസമയം 5 ദിവസം മുമ്പ് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിൽ എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ക്യാമറമാൻ സഞ്ജയ് സിംഗിനൊപ്പം CP ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.